UDF സംഘടനകളുടെ നേതൃത്വത്തിലുള്ള KSRTC ബസ് സമരം പൊളിഞ്ഞു. 98% സർവീസുകൾക്കും മുടക്കമില്ല. ഇപ്പോൾ വിവരങ്ങളുമായി തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും സുലേഖ ചേരുകയാണ്. സുലേഖ, എങ്ങനെയുണ്ട്? ബസ് സർവീസൊക്കെ കാര്യമായി നടക്കുന്നുണ്ടോ? സമരം ഏശിയിട്ടുണ്ടോ? ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? സമരം ആരെയും ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഒരു 9:30 കൂടിയാണ് ഈ KSRTCയിലെ സെൻട്രൽ ഡിപ്പോയിൽ എത്തിയത്. ഈ സമയം തൊട്ട് ഇവിടെ ബസ് സർവീസുകൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ആളുകളൊക്കെ തന്നെയും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. KSRTC ഓർഡിനറി ബസ്, അതിനൊപ്പം തന്നെ ദീർഘദൂര ബസ് ഒക്കെ തന്നെയും സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ TDF പ്രഖ്യാപിച്ച ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ നിൽക്കുന്ന ഈ സമരം പൊളിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള സർവീസുകളും ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഇതൊരു തിരക്ക് പിടിച്ച സമയം കൂടിയാണ്. ഈ സമയത്ത് എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഇത്തരത്തിൽ ബസ് മുടങ്ങിക്കൊണ്ട് ഇല്ല എന്നത് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും ഈ സമരം അത് സംസ്ഥാനത്ത് ഉടനീളം TDF പ്രഖ്യാപിച്ചൊരു സമരമാണ്. പക്ഷേ അതിൻ്റെ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ളൊരു പിന്തുണ TDFിൻ്റെ ഈ സമരത്തിന് ലഭിച്ചിട്ടില്ല. അതുതന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നടക്കം കാണാൻ കഴിയും. കാരണം KSRTCയുടെ തമ്പാനൂരിലെ സെൻട്രൽ ഡിപ്പോയാണ്. ഇവിടെ ഒരു തരത്തിലുമുള്ള പ്രശ്നം, ബസ് മുടങ്ങിക്കൊണ്ടുള്ള യാത്ര മുടങ്ങിക്കൊണ്ടുള്ള സർവീസ് മുടങ്ങിക്കൊണ്ടുള്ള യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ TDF പ്രഖ്യാപിച്ച ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഈ സമരം അത് പൊളിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും ജീവനക്കാരുടെ ഭാഗത്തു നിന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ സമരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ശമ്പളം അത് 5 ദിവസത്തിന് മുന്നേ, 5-ാം തീയതിക്ക് മുന്നേ നൽകണമെന്നതാണ് ഇവരുടെ മുഖ്യമായ ആവശ്യം. പക്ഷേ ഇത്തരത്തിൽ ഈ സമരം നടക്കുന്ന സമയത്ത് മന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ 5-ാം തീയതിക്ക് മുന്നേ തന്നെ ശമ്പളം നൽകാനുള്ള നടപടികൾ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് TDFിൻ്റെ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്, സമരം നടക്കുന്നത്. അത് എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഗതാഗത മന്ത്രിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. മറ്റ് സംഘടനകളും KSRTC ഇടത് സംഘടനകളടക്കം അത് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സമരം കേൾക്കൂ സുലേഖ, ഇതിപ്പോൾ ആളുകളെ സംബന്ധിച്ച് അവരുടെ യാത്ര മുടങ്ങുന്നുണ്ടോ? ദീർഘദൂര സർവീസുകൾ എല്ലാം കാര്യമായി തന്നെ പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പല പ്രദേശങ്ങളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ഓർഡിനറി ബസ്സുകൾ, അതുപോലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ, ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ, ഇതെല്ലാം, അതുപോലെ തന്നെ സ്വിഫ്റ്റ് സർവീസുകൾ ഇതെല്ലാം എങ്ങനെ പോകുന്നു? ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതാവും നന്നാവുക. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ സുലേഖ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ കാണാം. അവിടെ യാത്രക്കാരുണ്ടോ? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? അവർക്കെല്ലാം തന്നെ വന്നാലുടൻ തന്നെ ബസ്സുകൾ കിട്ടുന്നുണ്ടോ? അവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ സമരക്കാരാണെന്ന് തോന്നുന്നു, മുദ്രാവാക്യം വിളിക്കുന്ന കുറച്ച് ആളുകളൊക്കെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ യാത്രക്കാർക്ക് എല്ലാ ഭാഗത്തേക്കും സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണോ ഒരനുഭവം? ഇതാ ഇപ്പോൾ നിറച്ച് ബസ്, സാധാരണ പണിമുടക്കൊക്കെ ആണെങ്കിൽ ഗാരേജിൽ കയറ്റിയിട്ടിരിക്കുന്ന ബസ്സുകൾ, ശൂന്യമായ ബസ് സ്റ്റാൻഡുകൾ, ഇതാണ് നമ്മുടെ ഒരു അനുഭവം. ഇതിപ്പോൾ തമ്പാനൂർ വളരെ സജീവമാണ്, വളരെ ആക്റ്റീവാണല്ലോ. തീർച്ചയായും ശരത്ത്, അത് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായും ബസ് സർവീസുകളൊക്കെയും അവസാനിപ്പിച്ചുകൊണ്ടുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ അത്തരത്തിലൊരു കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, എങ്ങോട്ട് പോവാ? ഞാൻ കോട്ടയം. ബസ്സൊക്കെ ഉണ്ടോ ഇന്ന്? ഇല്ലേ? ഉണ്ട്. കോട്ടയത്തേക്കാണല്ലേ? കോട്ടയത്ത് പിന്നെ പാലായത്, പിന്നെ മേലാമറ്റം. ബസ് എവിടെ നിർത്തുന്നേ? കോട്ടയം അവിടെയല്ലേ? ശരി കേട്ടോ. എന്തായാലും ശരത്ത്, ആളുകളുടെ പ്രതികരണമൊക്കെ തന്നെയും ഇത്തരത്തിൽ ബസ് സർവീസുകൾ ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ എല്ലാ സർവീസുകളും ഈ KSRTCയുടെ ഭാഗത്തു നിന്നുണ്ട്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഓർഡിനറി ബസ്സുകൾ, അതിനൊപ്പം തന്നെ സ്വിഫ്റ്റ് അടക്കമുള്ള ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെയും സർവീസുകൾ കാര്യമായി തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജീവനക്കാരൊക്കെ അടുത്ത സർവീസിന് പോകാൻ നിൽക്കുന്നവരാണോ? അവിടെ KSRTC ജീവനക്കാരൊക്കെ യൂണിഫോമിൽ കാണുന്നുണ്ട് സുലേഖ നിൽക്കുന്നിടത്ത്. അവരൊക്കെ അടുത്ത ഷെഡ്യൂളിൽ സർവീസിന് പോകാൻ നിൽക്കുന്നവരാണോ? തീർച്ചയായും ശരത്ത്, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, സർവീസിന് പോവാണോ?
അല്ല സർവീസ് വണ്ടി ബീഡിയായി, വണ്ടി ബീഡി കംപ്ലൈൻ്റ് ആയി. കംപ്ലൈന്റ് ആയോ? എങ്ങോട്ടായിരുന്നു സർവീസ്? ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരമായിരുന്നു. അവിടുന്ന് വന്നാണോ? വന്നാണ്. ഇപ്പോൾ തിരിച്ചു വേറെ പകരം വണ്ടി ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകും. എന്തായാലും കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന ആളാണ് ശരത് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിന് സമീപമാണുള്ളത്. ഇവിടെയൊക്കെ തന്നെയും ഈ സർവീസ് കഴിഞ്ഞ് ഒരു സർവീസ് കഴിഞ്ഞ് രണ്ടാം വട്ട സർവീസിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ജീവനക്കാർ എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലും തന്നെയാണ്. ചേട്ടാ സർവീസ് സർവീസായിട്ട് വന്നതാണ്. എങ്ങോട്ടാണ്? ഞാൻ കൊല്ലം. എങ്ങനെയാണ് ഓട്ടോ ഉണ്ടോ? ഓട്ടോ ഉണ്ടോ? ഓ ഓട്ടോ ഉണ്ട്. എന്തായാലും അങ്ങനെ TDF സമരം അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് ശരി സുലേഖ, ശരി. എല്ലാം തമ്പാനൂർ വളരെ 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 സജീവമാണ്. സാധാരണ എനിക്ക് ആ യാത്രക്കാരൻ പറഞ്ഞതാണ്, ബസ്സില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെന്ന് വെച്ചാൽ കൺമുമ്പിൽ നിറയെ ബസ്സുകൾ കിടക്കുന്നു, സർവീസുകൾ എല്ലാം പഴയതുപോലെ പതിവ് പോലെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പണിമുടക്കാണ്, സമരമാണെന്നുള്ള ഏതെങ്കിലും ഒരു വിദൂര ഛായ പോലും തമ്പാനൂരേക്കൊന്നും എത്തുന്ന യാത്രക്കാർക്ക് അനുഭവപ്പെടുന്നതേ ഇല്ല. KSRTC ജീവനക്കാരൊക്കെ അവരുടെ ഇപ്പോഴത്തെ രാവിലത്തെ ഷെഡ്യൂളും ഒക്കെ ആയിട്ട് രാവിലെ പോകുന്നു. വന്നിറങ്ങിയവരെ നമ്മൾ കണ്ടു, പോകാൻ നിൽക്കുന്നവരെ കണ്ടു. അപ്പോൾ ഒരു തരത്തിലും ഒരു പണിമുടക്കിൻ്റെതായ ഒരു പ്രശ്നവും ഒരു തരത്തിലും KSRTCയെ ബാധിച്ചിട്ടില്ല. വിശേഷിച്ച് യാത്രക്കാരെ അവർക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ കോണുകളിലേക്കും പോകാൻ കഴിയും വിധം ഷെഡ്യൂളുകൾ സജീവമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനം. KSRTCയുടെ തിരുവനന്തപുരത്ത് നമ്മുടെ നാട്ടിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റേഷനാണ് തമ്പാനൂർ സ്റ്റേഷൻ. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് സുലേഖ തത്സമയം നമ്മളുമായി പങ്കുവച്ചത്.